ഹലോ, നമുക്കിന്ന് പെറ്റ്സിൽ നമ്മുടെ ഒരു ടെയിംഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ബഫ് മോട്ടിൽഡ് ബാൻഡത്തിനെ പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബഫ് മോട്ടിൽഡ് അമേരിക്കൻ ബാൻഡത്തിൻ്റെ ഒരു മെയില്. എന്താണ് ഞാൻ ഇവനിന്ന് പരിചയപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എല്ലാവരും പെറ്റാക്കുന്നത് നമ്മുടെ ക്യാറ്റ്സോ ഡോഗോ അല്ലെങ്കിൽ മറ്റ് ഹോഴ്സൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് ഒരു കോഴീനെ പെറ്റാക്കിക്കൂടാ. ഈ കോഴികൾ നല്ല രീതിയിൽ പെറ്റാവും. ഞാൻ ചെറുപ്പത്തിലെ പെറ്റാവാൻ വേണ്ടിയിട്ട് ടൈം ചെയ്ത് വളർത്തിയതൊന്നുമല്ല. ഞാൻ ജസ്റ്റ് മോർണിംഗ് ഫാമിൽ ചെന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഒരു കേജി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇവൻ്റെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ആ ടൈമിൽ എൻ്റെ അടുത്ത് ഇവൻ നന്നായിട്ട് ഇണങ്ങി. ശരിക്കും നമ്മുടെ അടുത്ത് ടൈം ആയി എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇവൻ നമ്മുടെ അടുത്ത് ഓരോരോ ഇവൻ്റെ ഇമോഷൻ നമ്മുടെ അടുത്ത് കാണിക്കാൻ തുടങ്ങി. ലൈക്ക് നമ്മുടെ കയ്യിൽ കിടന്ന് ഇവൻ ഉറങ്ങുക, ഇവൻ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ കയറാനായിട്ട് നോക്കുക. നമുക്ക് കോഴികളെയും ടൈം ചെയ്ത് നമ്മുടെ പെറ്റായിട്ട് വളർത്താം എന്ന് പറയുന്നൊരു വീഡിയോ ആണിത്. ഇതവൻ എന്ത് ടൈമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടോ. അവൻ ഭയങ്കര കംഫർട്ടബിളായി നമ്മുടെ അടുത്ത്. ഞാൻ എപ്പോഴും അഡൾട്ടിലേക്ക് പോകണ്ട, ഫുൾ അഡൾട്ടായിട്ടുള്ളൊരു കോഴീനെ ടൈം ചെയ്യാൻ നോക്കണ്ട. പക്ഷേ നമുക്ക് ഒരു സെമി അഡൾട്ടോ അല്ലെങ്കിൽ ഒരു ചിക്കോ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത്, ഹാൻഡ് ഫീഡല്ല, കയ്യിൽ വെച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിസിലടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണെന്നൊക്കെ അത് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു കോഴീനും ടൈം ചെയ്യാൻ പറ്റും, നമ്മുടെ പെറ്റാക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ഒരു കോഴീനെ ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് ബ്രീഡ്സിന് സജസ്റ്റ് ചെയ്യാം. ഈ പെക്കിൻസ് നല്ലൊരു ബ്രീഡാണ് ടൈം ചെയ്യാനായിട്ട്. ഇപ്പോഴും ബാൻഡം ടൈപ്സ് ബ്രീഡ്സിന് ടൈം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് സൈസ് വൈസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ഫുട്ബോളിൻ്റെ സൈസ് വരും. ഇതിലും ചെറിയ ബ്രീഡ്സ് ഉണ്ട്, മിനിയേച്ചർ കൊച്ചിൻ ബാൻഡംസ് ഉണ്ട്, ബ്രഹ്മയുണ്ട്, പല ടൈപ്പിലുള്ള ബാൻഡംസ് ഉണ്ട്. നമുക്ക് ഒരു വീടിൻ്റെ അകത്ത് ഒരു സിംഗിൾ പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ കമ്പനിയാവും. പിള്ളേരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും. അവരോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്തോളും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ബൈ.